Hey friends, welcome to Let's Learn Smart CMA. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് CMA ഇൻ്റർമീഡിയറ്റിലെ പേപ്പർ നമ്പർ 8 കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ സ്റ്റഡി നോട്ട് നമ്പർ 1 ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ്ങിലെ കുറച്ച് പോർഷൻസ് ആണ്. ഈ വീഡിയോയോടുകൂടെ നമുക്ക് ഈ സ്റ്റഡി നോട്ട് തീർക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് എന്തൊക്കെ കണ്ടൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് പല രീതിയിൽ ചോദിക്കാറുണ്ട്. ഓക്കെ, ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്, അതുപോലെ തന്നെ റോൾ ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഇൻ ഓർഗനൈസേഷൻസ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്ക് തുടങ്ങാം. ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ പഠിക്കുന്നത് ബേസിസ് ഓഫ് ക്ലാസിഫിക്കേഷൻ ഓഫ് കോസ്റ്റ്. അതായത് ഏതൊക്കെ രീതിയിലാണ് നമുക്ക് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. എന്തൊക്കെയായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നല്ല, ഏതൊക്കെ രീതിയിൽ, ഏതൊക്കെ ഹെഡ്സ് അനുസരിച്ചിട്ടാണ് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുക. നേച്ചർ ഓഫ് എക്സ്പെൻസസ്, നമ്മുടെ കോസ്റ്റിൻ്റെ നേച്ചർ അനുസരിച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. പിന്നെന്താണ്, റിലേഷൻ ടു കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. കോസ്റ്റ് സെൻറ്റർ എന്താണെന്ന് നമുക്കറിയാം, കോസ്റ്റ് യൂണിറ്റ് എന്താണെന്ന് അറിയാം. അപ്പോൾ ആ കോസ്റ്റിൻ്റെ കോസ്റ്റ് സെൻറ്റർ അനുസരിച്ച് അല്ലെങ്കിൽ കോസ്റ്റ് യൂണിറ്റ് അനുസരിച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഫങ്ഷൻസ്, ആ കോസ്റ്റിൻ്റെ ഓരോ ഫംഗ്ഷൻ അനുസരിച്ച്, ആ കോസ്റ്റ് ഇപ്പോൾ അഡ്മിനിസ്ട്രേഷന് വേണ്ടിയിട്ടാണോ, പ്രൊഡക്ഷന് വേണ്ടിയിട്ടാണോ, സെല്ലിങ്ങിന് വേണ്ടിയിട്ടാണോ, അപ്പോൾ ഓരോ കാര്യങ്ങൾക്ക് ഓരോ ഫങ്ഷൻസ്, ബിസിനസ് ഫങ്ഷൻസിന് വേണ്ടിയിട്ടുള്ള കോസ്റ്റായിട്ട് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ബിഹേവിയർ, ആ കോസ്റ്റിൻ്റെ സ്വഭാവം അനുസരിച്ച്, ബിഹേവിയർ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ്, മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിംഗ് അനുസരിച്ചിട്ടുള്ള രീതിയിൽ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. പ്രൊഡക്ഷൻ ഓർ പ്രോസസ്സ്, ഏത് രീതിയിലുള്ള പ്രൊഡക്ഷനാണ് അല്ലെങ്കിൽ ഏത് രീതിയിലുള്ള പ്രോസസ്സാണ്, ആ ടൈപ്പ് അനുസരിച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ടൈം പീരിയഡ്, ആ കോസ്റ്റിൻ്റെ ടൈം പീരിയഡ് അനുസരിച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് ഓരോന്നോരോന്നായിട്ട് പഠിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ക്ലാസിഫിക്കേഷൻ ബൈ നേച്ചർ ഓഫ് എക്സ്പെൻസസ്. നേച്ചർ അനുസരിച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. അപ്പോൾ നേച്ചർ അനുസരിച്ചിട്ട് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ മെറ്റീരിയൽ, ലേബർ ആൻഡ് എക്സ്പെൻസസ്. ഓക്കെ, ഏതൊക്കെയാണ് മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസ്. അപ്പോൾ മെറ്റീരിയൽ എന്ന് വെച്ചാൽ എന്താണ്? മെറ്റീരിയൽ കോസ്റ്റ് ഇസ് എ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ ഓഫ് എനി നേച്ചർ യൂസ് ഫോർ പ്രൊഡക്ഷൻ ഓഫ് എ പ്രോഡക്റ്റ് ഓർ എ സർവീസ്. ഇറ്റ് ഇൻക്ലൂഡ്സ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ, ഫ്രൈറ്റ് ആൻഡ് വേർഡ്, ടാക്സസ്, ഇൻഷുറൻസ്, എക്സെട്ര. അതായത് മെറ്റീരിയൽ എന്ന് വെച്ചാൽ എന്താണ്? നമ്മളുടെ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന റോ മെറ്റീരിയൽസിനൊക്കെ നമുക്ക് മെറ്റീരിയൽ എന്ന് വിളിക്കാം, അല്ലേ? നമ്മൾ പ്രൊഡക്ഷൻ ഓഫ് എ പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് റെൻഡർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തൊക്കെ മെറ്റീരിയൽസ് യൂസ് ചെയ്യുന്നുണ്ടോ ആ മെറ്റീരിയലിൻ്റെ കോസ്റ്റിനൊക്കെ നമുക്ക് മെറ്റീരിയൽ കോസ്റ്റ് എന്ന് വിളിക്കാം. മെറ്റീരിയൽ കോസ്റ്റിനകത്ത് ഫ്രൈറ്റ് ഇൻ വേർഡ് വരും, അതുപോലെ തന്നെ ടാക്സസ്, ഇൻഷുറൻസ് ഒക്കെ വരും. ഈ ഫ്രൈറ്റ് ഇൻ വേർഡ് എന്ന് പറഞ്ഞാൽ എന്താ? അതൊരു ട്രാൻസ്പോർട്ടേഷൻ്റെ സമയത്ത് ഉണ്ടാകുന്ന ഒരു എക്സ്പെൻസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ മെറ്റീരിയൽ എന്താണെന്ന് നമുക്ക് മനസ്സിലായി. അപ്പോൾ ലേബർ എന്തായിരിക്കും? ലേബർ കോസ്റ്റ് മീൻസ് ദ പേയ്മെൻറ്റ് മെയ്ഡ് ടു ദ എംപ്ലോയീസ് പെർമനൻറ്റ് ഓർ ടെമ്പററി ഫോർ ദിയർ സർവീസസ്. ലേബർ കോസ്റ്റ് ഇൻക്ലൂഡ് സാലറീസ് ആൻഡ് വേജസ് പെയ്ഡ് ടു പെർമനൻറ്റ് എംപ്ലോയീസ്, ടെമ്പററി എംപ്ലോയീസ്. അതായത് നമ്മുടെ ഓർഗനൈസേഷനിൽ വർക്ക് ചെയ്യുന്ന എല്ലാ ബിസിനസ് എംപ്ലോയീസും, ടെമ്പററി ആയിക്കോട്ടെ പെർമനൻറ്റ് ആയിക്കോട്ടെ, അവർ വർക്ക് ചെയ്യുന്നുണ്ടോ, അവർക്ക് കൊടുക്കുന്ന വേജസ് അല്ലെങ്കിൽ സാലറീസിനെയാണ് നമ്മൾ മൊത്തത്തിൽ ലേബർ കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അടുത്തെന്താണ്? എക്സ്പെൻസസ്. എക്സ്പെൻസസ് ആർ അതർ ദാൻ മെറ്റീരിയൽ കോസ്റ്റ് ഓർ ലേബർ കോസ്റ്റ് വിച്ച് ആർ ഇൻവോൾവ് ഇൻ ആൻ ആക്ടിവിറ്റി. മെറ്റീരിയൽ കോസ്റ്റോ ലേബർ കോസ്റ്റോ അല്ലാതെ വേറെ എന്തെങ്കിലും കോസ്റ്റുകൾ ഉണ്ടോ, അതിനെയാണ് നമ്മൾ എക്സ്പെൻസസ് എന്ന് വിളിക്കുക. ഓക്കെ, നേച്ചർ അനുസരിച്ച് മൂന്നായിട്ട് തിരിക്കാം: മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസസ്. ഓക്കെ, ഇനി അടുത്തത് നോക്കാം. അടുത്തത് എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ക്ലാസിഫിക്കേഷൻ ബൈ റിലേഷൻ ടു കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ്. കോസ്റ്റ് സെൻറ്റർ എന്താണെന്ന് നമുക്കറിയാം, നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പഠിച്ചു. കോസ്റ്റ് യൂണിറ്റ് എന്താണെന്ന് അറിയാം, അതും നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്. എന്തൊക്കെയായിട്ടാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്. ഓക്കെ, ഇതിൽ ഓരോന്നിനെയും നമ്മൾ മൂന്നായിട്ട് തരംതിരിക്കുന്നുണ്ട്. ഡയറക്റ്റിനെ തരംതിരിക്കുന്നത് ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്. ഇത് നമ്മൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? യെസ്, നമ്മൾ കേട്ടിട്ടുണ്ട്. എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, അല്ലേ? ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ് എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ അതിൻ്റെ എക്സ്പ്ലനേഷൻ വേറെ എഴുതി കൊടുക്കാത്തത്. ഓക്കെ, ഇൻഡയറക്റ്റിനെ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് ഇതേപോലെ തന്നെയാണ്: ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഓക്കെ, അപ്പോൾ റിലേഷൻ ടു കോസ്റ്റ് സെൻറ്റർ ഓർ കോസ്റ്റ് യൂണിറ്റ് അനുസരിച്ച് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഡയറക്റ്റും ഇൻഡയറക്റ്റും. ഓരോന്നിനെയും നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത് മെറ്റീരിയൽ, ലേബർ, എക്സ്പെൻസ് ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം. അടുത്ത ക്ലാസിഫിക്കേഷൻ്റെ ബേസിസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫങ്ഷൻസ് ആണ്. അതായത് കോസ്റ്റിൻ്റെ ഫങ്ഷൻ അനുസരിച്ചാണ് നമ്മളിവിടെ ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ 4 ഫങ്ഷൻസ് ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ഫസ്റ്റ് പ്രൊഡക്ഷൻ, ദെൻ അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഡിസ്ട്രിബ്യൂഷൻ. അപ്പോൾ നമുക്ക് പ്രൊഡക്ഷനിൽ എന്താ പറയുന്നത് നോക്കാം. കോസ്റ്റ് ഓഫ് ഓൾ ഐറ്റംസ് ഇൻവോൾവ് ഇൻ പ്രൊഡക്ഷൻ ഓഫ് എ പ്രോഡക്റ്റ് ഓർ സർവീസ്. ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനോ അല്ലെങ്കിൽ സർവീസ് റെൻഡർ ചെയ്യാനോ വരുന്ന എല്ലാ കോസ്റ്റും, ഓക്കെ, എല്ലാ കോസ്റ്റും നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യാം? പ്രൊഡക്ഷൻ കോസ്റ്റ് ആയിട്ട് കൺസിഡർ ചെയ്യും.
ഓക്കെ, അപ്പോൾ താഴെ പറയുന്ന കോസ്റ്റുകൾ ഫോളോയിങ് കോസ്റ്റ്സ് ആർ കൺസിഡേർഡ് ആസ് പ്രൊഡക്ഷൻ കോസ്റ്റ്സ്: ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് ലേബർ, ഡയറക്റ്റ് എക്സ്പെൻസസ്, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് ലേബർ, ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ ഡയറക്റ്റ് മെറ്റീരിയൽ എന്താ, ഇത് ഓരോന്നും എന്താണെന്ന് നമുക്കറിയാം. പക്ഷേ നമുക്കറിയാവുന്ന വേറൊരു കാര്യം കൂടിയുണ്ട്. ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് പ്രൈം കോസ്റ്റും, അതുപോലെ തന്നെ ഇൻഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഇൻഡയറക്റ്റ് ലേബർ പ്ലസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്ന് പറയുന്നത് ഫാക്ടറി ഓവർ ഹെഡ് ആണെന്നുള്ള കാര്യം നമുക്കറിയാം. അറിയാലോ? ഓക്കെ, അപ്പോൾ ഈ കോസ്റ്റുകളൊക്കെ എവിടെ വരും? നമ്മുടെ പ്രൊഡക്ഷൻ കോസ്റ്റിനകത്ത് വരും. അതായത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇസ് ഈക്വൽ ടു പ്രൈം കോസ്റ്റ് പ്ലസ് ഫാക്ടറി ഓവർ ഹെഡ്. ഓക്കെ അല്ലേ? അപ്പോൾ നമുക്ക് അടുത്തേക്ക് പോകാം. അഡ്മിനിസ്ട്രേഷൻ: കോസ്റ്റ് ഇൻകേർഡ് ഓൺ ജനറൽ മാനേജ്മെൻറ്റ് ഓഫ് എൻ ഓർഗനൈസേഷൻ. അഡ്മിനിസ്ട്രേഷൻ എന്ന് വെച്ചാൽ എന്താണ്? ഒരു ഓർഗനൈസേഷൻ നടത്തിക്കൊണ്ട് പോകുമ്പോൾ അതിലെ കാര്യങ്ങളൊക്കെ തീരുമാനിക്കാനായിട്ട് ആ ഓർഗനൈസേഷനിലെ ജനറൽ മാനേജ്മെൻറ്റ് എന്നുള്ള രീതിയിൽ ഉള്ള ഒരു ഫംഗ്ഷനാണ് അഡ്മിനിസ്ട്രേഷൻ. അവിടെ വരുന്ന എല്ലാ കോസ്റ്റിനെയും നമ്മൾ എന്താ പറയുക? അഡ്മിനിസ്ട്രേഷൻ കോസ്റ്റ് എന്നാണ് പറയാം. എക്സാമ്പിൾ സാലറി, റെൻറ്റ്, ടെലിഫോൺ ചാർജസ് എക്സെട്ര. അടുത്ത ഫംഗ്ഷൻ എന്താണ്? റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്: കോസ്റ്റ് ഇൻകേർഡ് ഇൻ ഡെവലപ്മെൻറ്റ് ഓഫ് ന്യൂ പ്രോഡക്റ്റ് ഓർ ഇംപ്രൂവ്മെൻറ്റ് ഓഫ് എക്സിസ്റ്റിംഗ് പ്രോഡക്റ്റ്. ഒരു പുതിയ പ്രോഡക്റ്റ് ഉണ്ടാക്കാനോ അല്ലെങ്കിൽ ഉള്ള പ്രോഡക്റ്റിൻ്റെ ക്വാളിറ്റി ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ടോ യൂസ് ചെയ്യുന്ന ഒരു ഫംഗ്ഷനാണ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്. അതിന് വേണ്ടി വരുന്ന എല്ലാ കോസ്റ്റുകളും നമ്മൾ എവിടെ എടുക്കുക? റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റിലാണ് എടുക്കുക. ഇനി അടുത്തത് ഡിസ്ട്രിബ്യൂഷൻ: കോസ്റ്റ് റിലേറ്റഡ് ടു ഹാൻഡ്ലിംഗ് ആൻഡ് സെല്ലിംഗ് ഓഫ് പ്രൊഡക്റ്റ് ഓർ സർവീസ്. അതായത് ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമ്മൾ നമ്മുടെ കസ്റ്റമേഴ്സിന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതിൽ വരുന്ന എല്ലാ കോസ്റ്റിനെയും നമ്മൾ എന്തിൻ്റെ ഫംഗ്ഷനിലെ കീഴിലാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്? ഡിസ്ട്രിബ്യൂഷൻ്റെ കീഴിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്. ഓക്കെ, എക്സാമ്പിൾ സാലറി ഓഫ് സെയിൽസ്മാൻ ആണല്ലോ കസ്റ്റമർക്ക് എടുത്തു കൊടുക്കുന്നത്. കോസ്റ്റ് ഓഫ് പാക്കിംഗ്, ഷിപ്പിംഗ് എക്സെട്ര. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻ ബൈ ഫംഗ്ഷൻസിൽ 4 രീതിയിലാണ് ക്ലാസിഫൈ ചെയ്യുന്നത്: പ്രൊഡക്ഷൻ, അഡ്മിനിസ്ട്രേഷൻ, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ്, ഡിസ്ട്രിബ്യൂഷൻ. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്ലാസിഫിക്കേഷൻ പഠിക്കാം. ക്ലാസിഫിക്കേഷൻ ബൈ ബിഹേവിയർ അനുസരിച്ചിട്ട്, കോസ്റ്റിൻ്റെ ബിഹേവിയർ അനുസരിച്ചിട്ട് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. 3ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം: ഫിക്സഡ്, വേരിയബിൾ, സെമി വേരിയബിൾ. ഫിക്സഡ് കോസ്റ്റ്, വേരിയബിൾ കോസ്റ്റ്, സെമി വേരിയബിൾ കോസ്റ്റ്. ഓക്കെ, അപ്പോൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് നോക്കാം. കോസ്റ്റ് വിച്ച് ഡു നോട്ട് വേരി വിത്ത് ചേഞ്ച് ഇൻ വോളിയൂം ഓഫ് ആക്ടിവിറ്റി ഇൻ ദ ഷോർട്ട് റൺ. ഓക്കെ, അതായത് നമ്മളിപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സ് എത്രയാണ്? 1000 യൂണിറ്റ്സ് ഓഫ് ഗുഡ്സ് ആണ് എൻ്റെ കമ്പനിയിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പെട്ടെന്നൊരു ദിവസം പറയാണ്, ഞാനിപ്പോൾ ഇനി തൊട്ട് ഞാനിനി 1500 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാം. ഓക്കെ, അടുത്ത മാസം തൊട്ട് ഞാൻ 1500 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ പോവാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ എൻ്റെ ബിൽഡിങ്ങിൽ ഞാൻ റെൻറ്റ് കൊടുക്കണം. ഞാൻ എൻ്റെ കമ്പനി റൺ ചെയ്യുന്നത് ഒരു റെൻറ്റഡ് ബിൽഡിങ്ങിലാണ്. അപ്പോൾ അവിടെ എന്ത് കൊടുക്കണം? റെൻറ്റ് കൊടുക്കണം. അപ്പോൾ അവർ പറയാം, 1000 യൂണിറ്റ്സ് അല്ലേ ഇത്ര നാളും പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, അതുകൊണ്ട് ഇത്ര നാളും ഞങ്ങൾ 50,000 രൂപ റെൻറ്റ് മേടിച്ചോളൂ. 1500 യൂണിറ്റ്സ് ഇപ്പോൾ പ്രൊഡ്യൂസ് ചെയ്യണില്ലേ, അതുകൊണ്ട് നിങ്ങൾ ഇനിയോട്ട് 75,000 രൂപ തരണം എന്നവർ പറയുമോ? ഇല്ല, റെൻറ്റ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ വോളിയൂം ഓഫ് ഔട്ട്പുട്ട് അനുസരിച്ച് മാറാത്ത കോസ്റ്റുകളുണ്ട്. അതിനെയാണ് നമ്മൾ ഫിക്സഡ് കോസ്റ്റ് എന്ന് പറയാം. അതുപോലെ തന്നെയാണ് ഡിപ്രീസിയേഷൻ. മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ എന്ന് പറയുന്നത് ആ മെഷീനറിയുടെ വാല്യൂ അനുസരിച്ചിട്ടാണ് ഡിപ്രീസിയേഷൻ വരിക. അല്ലാതെ നമ്മുടെ ഔട്ട്പുട്ട് അനുസരിച്ചിട്ടല്ല ഡിപ്രീസിയേഷൻ വരുന്നത്. അതിൽ നിന്നുണ്ടാകുന്ന ഔട്ട്പുട്ട് അനുസരിച്ചിട്ടല്ല ഡിപ്രീസിയേഷൻ വരുന്നത്. ആ മെഷീനറിയുടെ വാല്യൂ ഓഫ് കോസ്റ്റ് അനുസരിച്ചാണ് ഡിപ്രീസിയേഷൻ വരുന്നത്. ഡിപ്രീസിയേഷനൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഫിനാൻഷ്യൽ അക്കൗണ്ടിങ്ങിൽ പഠിക്കും. ഓക്കെ, അപ്പോൾ തൽക്കാലം ഇങ്ങനെ മനസ്സിലാക്കി വെക്കാം. നമ്മുടെ വോളിയൂം ഓഫ് ഔട്ട്പുട്ട് അനുസരിച്ച് മാറാത്ത കോസ്റ്റുകളുണ്ട്. അതിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി അടുത്തത് വേരിയബിൾ കോസ്റ്റ് എന്നാണ്. കോസ്റ്റ് വിച്ച് ഡയറക്ട്ലി വേരീസ് വിത്ത് ചേഞ്ച് ഇൻ വോളിയൂം ഓഫ് ആക്ടിവിറ്റി. അതായത് വോളിയൂം ഓഫ് ഔട്ട്പുട്ട് മാറും തോറും എന്തും മാറും, ഈ കോസ്റ്റും മാറും. അങ്ങനെയുള്ള കോസ്റ്റുകളാണ് നമ്മൾ വേരിയബിൾ കോസ്റ്റ് എന്ന് വിളിക്കുക. എക്സാമ്പിൾ ഡയറക്റ്റ് മെറ്റീരിയൽ, ഡയറക്റ്റ് വേജസ് എക്സെട്ര. അതായത് ഇപ്പോൾ എൻ്റെ കമ്പനിയിൽ ഞാൻ 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നു. അപ്പോൾ 1500 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്ന അത്രയും റോ മെറ്റീരിയൽസ് മതിയോ എനിക്ക് 1500 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ? പോരാ, എക്സ്ട്രാ വേണം. 1500 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എക്സ്ട്രാ വേണം. അപ്പോൾ ആ എക്സ്ട്രാ വരുന്ന കോസ്റ്റിന് നമുക്ക് എന്തായിട്ട് കൂട്ടാം? വേരിയബിൾ കോസ്റ്റായിട്ട് കൂട്ടാമല്ലോ. അപ്പോൾ അങ്ങനെയുള്ള കോസ്റ്റുകൾ നമ്മൾ എന്തെന്നാണ് വിളിക്കുക? വേരിയബിൾ കോസ്റ്റ് എന്നാണ് വിളിക്കുക. ഓക്കെ, ഇനി സെമി വേരിയബിൾ കോസ്റ്റ് എന്താണ്? കോസ്റ്റ് കണ്ടെയ്ൻ ബോത്ത് വേരിയബിൾ ആൻഡ് ഫിക്സ്ഡ് കോസ്റ്റ് പാർട്ട്ലി അഫക്റ്റഡ് ബൈ ദ ചേഞ്ച് ഇൻ വോളിയൂം ഓഫ് ആക്ടിവിറ്റി. അതായത് ഇതിൻ്റെ രണ്ടിനും നടുക്ക് ഫിക്സഡും ആണ്, വേരിയബിൾ ആണോ എന്ന് ചോദിച്ചാൽ വേരിയബിളും ആണ്. അപ്പോൾ സെമി വേരിയബിൾ കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ആ കോസ്റ്റ് വോളിയൂം ഓഫ് ഔട്ട്പുട്ട് അനുസരിച്ചിട്ട് മാറുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറുന്നുണ്ട്. അതായത് വേരിയബിൾ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേരിയബിൾ ആണ്, പക്ഷേ ഫിക്സഡ് ആണോ എന്ന് ചോദിച്ചാൽ ഫിക്സഡ് ആണ്. അതായത് ആ കോസ്റ്റിൻ്റെ ഒരു ഭാഗം മാറുന്നുണ്ട്,
പക്ഷേ മറ്റൊരു ഭാഗം മാറുന്നില്ല. അങ്ങനെയുള്ള കോസ്റ്റുകളെയാണ് നമുക്ക് സെമി വേരിയബിൾ എന്ന് പറയുക. എക്സാമ്പിൾ ഫാക്ടറി മെയിൻ്റനൻസ്. ഓക്കെ, ഇനി അടുത്ത ക്ലാസിഫിക്കേഷൻ കുറേ ടൈപ്പായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ക്ലാസിഫിക്കേഷൻസ് തീരാറായി. ഇതുവരെ നമ്മൾ പഠിച്ച ക്ലാസിഫിക്കേഷൻസ് ഒക്കെ എളുപ്പമായിരുന്നു പഠിക്കാനായിട്ട്. അത് പെട്ടെന്ന് പറഞ്ഞു ആണ് ക്ലാസിഫിക്കേഷൻസ് ആയിരുന്നു. പക്ഷേ ഇനി പറയാൻ പോകുന്ന ക്ലാസിഫിക്കേഷൻസ് കുറച്ച് പോയിന്റ്സ് കൂടുതലുണ്ട്. ശ്രദ്ധിച്ചിരുന്നാൽ മതി. ഇടയ്ക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ബ്രേക്ക് എടുക്കാം. ഓക്കെ, ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ്സ് ഫോർ മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ്. അതായത് മാനേജ്മെൻറ്റിൻ്റെ ഡിസിഷൻ മേക്കിംഗ് അനുസരിച്ചിട്ടാണ് ഇവിടെ കോസ്റ്റുകൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. നമുക്ക് നോക്കാം. ഫസ്റ്റ്, മാർജിനൽ കോസ്റ്റിംഗ്. അപ്പോൾ മാർജിനൽ കോസ്റ്റിംഗ് എന്നുള്ളത് എന്താണെന്ന് നോക്കാം. മാർജിനൽ കോസ്റ്റിംഗ് ഇസ് ദ അഗ്രിഗേറ്റ് ഓഫ് വേരിയബിൾ കോസ്റ്റ്സ്, ദാറ്റ് ഇസ് പ്രൈം കോസ്റ്റ് പ്ലസ് വേരിയബിൾ ഓവർ ഹെഡ്. അതായത് എല്ലാ വേരിയബിൾ കോസ്റ്റിൻ്റെയും ടോട്ടലാണ് മാർജിനൽ കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് എന്താണെന്ന് നമ്മൾ പഠിച്ചുല്ലോ. ഓരോ വോളിയൂം ഓഫ് ഔട്ട്പുട്ട് മാറുന്നതിനനുസരിച്ച് എന്ത് മാറും? ഈ കോസ്റ്റും മാറും. അതിനെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുക. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ വേരിയബിൾ കോസ്റ്റിനെയും ആഡ് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അതായത് പ്രൈം കോസ്റ്റ് പ്ലസ് വേരിയബിൾ ഓവർ ഹെഡ്. പ്രൈം കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഡയറക്റ്റ് ലേബർ പ്ലസ് ഡയറക്റ്റ് എക്സ്പെൻസസ്. വേരിയബിൾ ഓവർ ഹെഡ് എന്ന് വെച്ചാൽ എന്താണ്? ഓവർ ഹെഡ് എന്നാൽ നമുക്കറിയാം ഇൻഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഇൻഡയറക്റ്റ് ലേബർ പ്ലസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അതിൽ വേരിയബിൾ ആയിട്ടുള്ളത് മാത്രം. ഓക്കെ, വേരിയബിൾ ആയിട്ടുള്ളത് മാത്രം. അതിനകത്ത് ഫിക്സഡും ഉണ്ടാകാതിരിക്കാം. ഓക്കെ, അതിൽ വേരിയബിൾ മാത്രം എടുക്കും. അപ്പോൾ പ്രൈം കോസ്റ്റ് പ്ലസ് വേരിയബിൾ ഓവർ ഹെഡ് ആണ് മാർജിനൽ കോസ്റ്റിംഗ്. Okay, marginal cost per unit is a change in the amount at any given volume of output by which the aggregate cost changes if the volume of output is increased or decreased by 1 unit. അതായത് മാർജിനൽ കോസ്റ്റ് പെർ യൂണിറ്റ് എന്ന് പറയുന്നത്, സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ 5 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. ഓക്കെ, എക്സാമ്പിൾ ആയതുകൊണ്ട് സിമ്പിളായിട്ട് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. 5 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഞാൻ അടുത്ത മാസം തൊട്ട് 6 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. ഓക്കെ, അപ്പോൾ 6 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. 5 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വരുന്ന കോസ്റ്റ് എത്രയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ 10 രൂപയാണ്. ഓക്കെ, 5 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ 10 രൂപ വരുന്നുണ്ട്. അപ്പോൾ 6 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എനിക്ക് 12 രൂപ വരുന്നുണ്ട്. ഓക്കെ, 12 രൂപ 6 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനും 5 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 10 രൂപയും വരുന്നുണ്ട്. അപ്പോൾ ആ ചേഞ്ച് ഉണ്ടല്ലോ, അതായത് വോളിയൂം ഓഫ് ഔട്ട്പുട്ട് ഇവിടെ മാറി, 5-ൽ നിന്ന് 6ആയി. അപ്പോൾ ആ ചേഞ്ച് ഓഫ് കോസ്റ്റ് ഉണ്ടല്ലോ, 12 മൈനസ് 10, ആ 2 രൂപേനെയാണ് നമ്മളിവിടെ മാർജിനൽ കോസ്റ്റ് എന്ന് വിളിക്കുക. ഓക്കെ, അതായത് വോളിയൂം ചേഞ്ച് ചെയ്യുമ്പോൾ, വോളിയൂം ഓഫ് ഔട്ട്പുട്ട് ചേഞ്ച് ചെയ്യുമ്പോൾ കോസ്റ്റും മാറും. അപ്പോൾ ആ ചേഞ്ച് ഇൻ കോസ്റ്റിനെയാണ് നമ്മളിവിടെ മാർജിനൽ കോസ്റ്റിംഗ് എന്ന് സിമ്പിളായിട്ട് പറയാം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് മാർജിനൽ കോസ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഇനി ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ്. ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? നമുക്ക് നോക്കാം. ഡിഫറൻഷ്യൽ കോസ്റ്റ് ഇസ് എ ചേഞ്ച് ഇൻ ദ കോസ്റ്റ് ഡ്യൂ ടു ചേഞ്ച് ഇൻ ആക്ടിവിറ്റി ഫ്രം വൺ ലെവൽ ടു അനദർ. അതായത് നമ്മൾ മാർജിനൽ കോസ്റ്റിങ്ങിൻ്റെ അവസാനത്തെ പോയിന്റിൽ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പ്രൊഡക്ഷൻ ആക്ടിവിറ്റി, അതായത് നമ്മളുടെ വോളിയൂം ഓഫ് ഔട്ട്പുട്ട്സ് അല്ലെങ്കിൽ പ്രൊഡക്ഷൻ നമ്മൾ ചേഞ്ച് ചെയ്തു. അപ്പോൾ എന്ത് മാറും? കോസ്റ്റ് മാറും. ആ ചേഞ്ച് ചെയ്യുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഡിഫറൻഷ്യൽ കോസ്റ്റിംഗ് എന്ന് പറയാം. ഓക്കെ, മാർജിനൽ കോസ്റ്റിങ്ങിലുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ചേഞ്ച് ചെയ്യുന്ന കോസ്റ്റിൽ വേരിയബിൾ ആയിട്ടുള്ള പോർഷൻ മാത്രമേ നമ്മൾ എടുക്കുകയുള്ളൂ മാർജിനൽ കോസ്റ്റിങ്ങിൽ. ഓക്കെ, പക്ഷേ ഡിഫറൻഷ്യൽ കോസ്റ്റിങ്ങിലാണെങ്കിൽ വേരിയബിളും എടുക്കും, ഫിക്സഡും എടുക്കും. ഓക്കെ, ഇനി അടുത്ത നമുക്ക് പഠിക്കാം. അടുത്ത പോയിന്റാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. വാല്യൂ ഓഫ് ഓൾട്ടർനേറ്റീവ്സ് ഫോർഗോൺ ബൈ അഡോപ്റ്റിംഗ് എ പെർട്ടിക്കുലർ സ്ട്രാറ്റജി ഓർ എംപ്ലോയിങ് റിസോഴ്സസ് ഇൻ സ്പെസിഫിക് മാനർ. എന്ന് വെച്ചാൽ എന്താണ്? നമ്മുടെ കമ്പനിക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി, എന്നിട്ട് നമ്മളത് കളയാണ്, വേറൊരു കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളത് കളയാണ്. അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയാം. എനിക്ക് സ്കൂൾ ബാഗ്സ് ഉണ്ടാക്കുന്ന കമ്പനിയാണ്. എനിക്ക് അബ്രോഡിൽ നിന്ന് ഒരു ഓഫർ വന്നു. എന്താണ്? നിങ്ങളുടെ ബാഗ്സിന് ഞങ്ങൾക്ക് മനസ്സിലായി ഒരു ബാഗിന് 1000 രൂപയാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. പക്ഷേ ഞങ്ങൾക്ക് നിങ്ങൾ എക്സ്പോർട്ട് ചെയ്ത് തരാണെങ്കിൽ ഞങ്ങൾ നിങ്ങൾക്ക് ഒരു ബാഗിന് 900 രൂപ വെച്ച് തരും. എത്ര രൂപ വെച്ച് തരും? 900 രൂപ വെച്ച് തരും. അപ്പോൾ എൻ്റെ കമ്പനി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തുടങ്ങിയിട്ടുള്ളൂ. ഞാനങ്ങനെ അത്ര വലിയ പച്ച പിടിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ കയറി വരണു, അത്രയേ ഉള്ളൂ എൻ്റെ കമ്പനിയുടെ ഒരു സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഞാൻ ആലോചിക്കുമ്പോൾ നാട്ടിൽ കൊടുത്താൽ ഇതേ സാധനത്തിന് 1000 രൂപ കിട്ടും. പക്ഷേ നമ്മൾ പുറത്തേക്കൊക്കെ കയറ്റി അയച്ചു കഴിഞ്ഞാൽ, അതായത് എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയുടെ പബ്ലിക് ഇമേജ് മാറും. എക്സ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക് ഇമേജ് മാറും ഇല്ലേ? അതായത് നമ്മൾക്ക് അവിടെയുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരോടൊക്കെ പറയും എങ്ങനെയാണ് പബ്ലിക് ഇമേജ് കൂടുക. അവിടെയുള്ള ആൾക്കാർ നമ്മുടെ നാട്ടിലുള്ള ആൾക്കാരുമായിട്ട് കമ്മ്യൂണിക്കേഷൻ നടത്തുമ്പോൾ അല്ലെങ്കിൽ അവിടെ അഡ്വർടൈസ്മെൻറ്റ്സ് വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ പബ്ലിക് ഇമേജ് കൂടും. അതുവഴി പിന്നീട് ഫ്യൂച്ചറിൽ എനിക്ക് സെയിൽസ് കൂടും എന്നുള്ള ഒരു ചിന്തയിൽ ഞാൻ എന്ത് ചെയ്യണം? സാരില്ല, ഇവിടെ നിന്ന് ഇപ്പോൾ 1000 രൂപയ്ക്ക് വിൽക്കുകയാണെങ്കിലും എനിക്കിപ്പോൾ പുറത്തേക്ക് കയറ്റി അയച്ചാൽ എനിക്കിങ്ങനെ പബ്ലിക് ഇമേജൊക്കെ കൂടും. അപ്പോൾ ഫ്യൂച്ചറിൽ എനിക്ക് അവിടേക്ക് കയറ്റി അയക്കാനുള്ളൊരു ഇതുണ്ടായിക്കഴിഞ്ഞാൽ ഇങ്ങനെ പല കൺട്രീസിലേക്ക് എനിക്ക് അയക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ ദീർഘവീക്ഷണത്തോടെ ഞാൻ ചെയ്യുമ്പോൾ ഞാൻ എന്താ ചെയ്യുന്നത്? എൻ്റെ ഡിസിഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഞാൻ ഡിസൈഡ് ചെയ്യാണ്.
900 രൂപയ്ക്ക് ഒരു ബാഗ് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് ഡിസൈഡ് ചെയ്യാണ്. അപ്പോൾ അതേ സാധനം, അതേ ബാഗ് ഞാൻ ഇവിടെയാണ് കൊടുത്തിരുന്നതെങ്കിൽ എനിക്കതിന് 1000 രൂപയ്ക്ക് വിൽക്കാമായിരുന്നു. പക്ഷെ ഞാൻ കൊടുക്കുന്നത് എത്ര രൂപയ്ക്കാണ്? 900 രൂപയ്ക്കാണ്, അതായത് 900 റുപ്പീസിനാണ്. അപ്പോൾ ആ ഡിഫറൻസ് എത്രയാണ്? 1000 മൈനസ് 900, 100 ആണ് ഡിഫറൻസ് വരുന്നത്. അപ്പോൾ ആ 100 രൂപ എന്ന് പറയുന്നത് നമ്മൾ എക്സ്ട്രാ കിട്ടിയാനെ നാട്ടിലാണ് കൊടുത്തിരുന്നതെങ്കിൽ, അപ്പോൾ ആ 100 രൂപ ഫോഗോൺ ചെയ്തിട്ടാണ്, അതായത് അത് കളഞ്ഞിട്ടാണ് നമ്മൾ എന്ത് ആക്സെപ്റ്റ് ചെയ്തത്? ആ 900 രൂപയുടെ ഓർഡർ ആക്സെപ്റ്റ് ചെയ്തത്. ഓക്കെ, അപ്പോൾ ആ 100 രൂപയുണ്ടല്ലോ, ആ 100 രൂപേനെ പറയുന്നതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അതൊരു ഓപ്പർച്യൂണിറ്റി ആയിരുന്നു, പക്ഷെ നമ്മൾ അതെന്ത് ചെയ്തു? നമ്മളതിനെ തട്ടിക്കളഞ്ഞിട്ട് നമ്മൾ മറ്റേതിനെടുത്തു, 900 രൂപയ്ക്കുള്ള ഡീലെടുത്തു. ഓക്കെ, ഇതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ, ഇഫ് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ്സ് ഇൻ ദ ബാങ്ക് ആർ പ്രൊപ്പോസ്ഡ് ടു ബി വിത്ഡ്രോൺ ഫോർ ഫിനാൻസിങ് പ്രോജക്റ്റ്, ദ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് വുഡ് ബി ദ ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഓൺ ദ ഡെപ്പോസിറ്റ്സ്. ഓക്കെ, അടുത്ത എക്സാമ്പിളാണത്. അതായത് നമ്മുടെ ബാങ്കിൽ നമ്മൾ കുറച്ച് ഫിക്സ്ഡ് ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് സ്ഥിരമായിട്ട് ഇൻട്രസ്റ്റ് എല്ലാ മാസവും കിട്ടുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എന്ത് പറ്റാണ്? ഞാനൊരു പ്രോജക്റ്റ് തുടങ്ങുകയാണ്, എൻ്റെ കമ്പനിക്ക് വേണ്ടിയിട്ടൊരു പ്രോജക്റ്റ് തുടങ്ങുകയാണ്. അപ്പോൾ ആ പ്രോജക്റ്റ് തുടങ്ങാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെടുക്കുകയാണ്? എൻ്റെ ഫിക്സഡ് ഡെപ്പോസിറ്റ് മൊത്തം വിത്ഡ്രോ ചെയ്യണം, അതിലുള്ള പൈസ മൊത്തം വിത്ഡ്രോ ചെയ്യണം. അപ്പോൾ അത് വിത്ഡ്രോ ചെയ്യുമ്പോൾ എൻ്റെ മനസ്സിൽ 2 രീതിയിലാണ് എൻ്റെ മനസ്സിൽ ഡിസിഷൻസ് പോകുന്നത്. അത് ഒന്നുകിൽ ഇത് മൊത്തത്തിൽ വിത്ഡ്രോ ചെയ്യുക, അല്ലെങ്കിൽ അത് അവിടെ തന്നെ ഇടുക. അവിടെ തന്നെ ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ മാസവും ഇൻട്രസ്റ്റ് കിട്ടും. പക്ഷെ വിത്ഡ്രോ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എല്ലാ മാസവും ഇൻട്രസ്റ്റ് കിട്ടില്ല. ഓക്കെ, അപ്പോൾ അവിടുത്തെ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുന്നത് ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് കിട്ടിയാനെ, പക്ഷേ ഇപ്പോൾ കിട്ടണില്ല. എന്തുകൊണ്ടാണ്? വിത്ഡ്രോ ചെയ്യുന്നത് കൊണ്ട്. ഓക്കെ, അപ്പോൾ ആ ഓപ്പർച്യൂണിറ്റി നമ്മൾ തട്ടിക്കളഞ്ഞിട്ട് എന്തെടുക്കുകയാണ്? നമ്മുടെ ഫിക്സഡ് ഡെപ്പോസിറ്റ് മൊത്തം വിത്ഡ്രോ ചെയ്യണം. ഇതാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അടുത്തത് നോക്കാം. അടുത്തത് റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ്. റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? കോസ്റ്റ് ഓഫ് ആൻ അസറ്റ് ഇൻ ദ കറൻറ്റ് മാർക്കറ്റ് ഫോർ ദ പർപ്പസ് ഓഫ് റീപ്ലേസ്മെൻറ്റ്. അതായത് നമ്മുടെ കയ്യിലൊരു മെഷീനറി ഉണ്ടായിരുന്നു. ഞാൻ ആ മെഷീനറി ഒരു 10 വർഷം മുമ്പ് മേടിച്ചതാണ്. 10 വർഷം മുമ്പ് മേടിച്ചപ്പോൾ അതിന് 10 ലക്ഷം രൂപയായിരുന്നു. ഇപ്പോൾ ഞാൻ പുതിയൊരു മെഷീനറി മേടിക്കാൻ ശ്രമിക്കുകയാണ്, കാരണം അതിൻ്റെ കാലം കഴിഞ്ഞു, അതിനി വർക്ക് ചെയ്യാനില്ല. ഓക്കെ, പുതിയ മെഷീനറി മേടിക്കാൻ നോക്കിയപ്പോൾ ഇപ്പോൾ അതിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 17 ലക്ഷം രൂപയാണ്. ഒരു മെഷീനറിക്ക് 17 ലക്ഷം രൂപയാണ്. ഒരു മെഷീനറിക്ക് പകരം മറ്റൊരു മെഷീനറി റീപ്ലേസ് ചെയ്യാനായിട്ട് വരുന്ന കോസ്റ്റ് എത്രയാണ്? 17 ലക്ഷം രൂപയാണ്. അപ്പോൾ ആ കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയുക? റീപ്ലേസ്മെൻറ്റ് കോസ്റ്റ് എന്ന് പറയാം. ഓക്കെ, സിമ്പിൾ അല്ലേ? ഇനി റെലവൻറ്റ് കോസ്റ്റ് എന്താണ്? റെലവൻറ്റ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ കോസ്റ്റ്സ് വിച്ച് ആർ റെലവൻറ്റ് ഫോർ എ സ്പെസിഫിക് പർപ്പസ് ഓഫ് സിറ്റുവേഷൻ ഫോർ ഡിസിഷൻ മേക്കിംഗ്. അതായത് ചില കോസ്റ്റുകൾ ചില കാര്യങ്ങൾക്ക്, ചില ഡിസിഷൻസ് എടുക്കുമ്പോൾ അത് റെലവൻ്റ് ആയിരിക്കും. റെലവൻ്റ് എന്ന് വെച്ചാൽ എന്താ? അത് ആ സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, അല്ലേ? ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, എൻ്റെ ഓർഗനൈസേഷനിൽ പ്രൊഡക്ഷൻ കൂട്ടണോ വേണ്ടേ, ഇതിലൊരു ഡിസിഷൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ആലോചിക്കുമ്പോൾ എന്തൊക്കെ കോസ്റ്റ് ആയിരിക്കും റെലവൻ്റ് ആയിട്ട് എൻ്റെ മുമ്പിൽ വരാം? ഒന്നാമത്തെ കാര്യം ഡയറക്റ്റ് മെറ്റീരിയൽ, ഇൻഡയറക്റ്റ് മെറ്റീരിയലൊക്കെ. കാരണം എന്താണ്? പ്രൊഡക്ഷൻ കൂട്ടണമെങ്കിൽ കൂടുതൽ മെറ്റീരിയൽ വേണം, അത് ഉണ്ടാക്കണമെങ്കിൽ മെറ്റീരിയൽ വേണമല്ലോ. അതുപോലെ തന്നെ ലേബർ കോസ്റ്റ്, അവർക്ക് വർക്ക് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് പൈസ കൊടുക്കണം. അതുപോലെ തന്നെ എക്സ്പെൻസസ്. എന്തൊക്കെ എക്സ്പെൻസസ് ആയിരിക്കും വരുന്നത്? പ്രൊഡക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എല്ലാ എക്സ്പെൻസസും വരും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എൻ്റെ മനസ്സിലേക്ക് വരിക. അല്ലാതെ ഇതുമായിട്ട് യാതൊരു ബന്ധമില്ലാതെ വരുന്ന മറ്റ് കോസ്റ്റുകളൊന്നും നമുക്കിവിടെ എടുക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി അടുത്ത പോയിന്റ് പറയുന്നത് വെച്ചാൽ, സിൻസ് വി ആർ കൺസേൺ വിത്ത് ഫ്യൂച്ചർ കോസ്റ്റ്സ് ഓൺലി വൈൽ മേക്കിംഗ് ഡിസിഷൻ, ഹിസ്റ്ററിക്കൽ കോസ്റ്റ്സ് ഇറലവൻറ്റ് ടു ദ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അതായത് ഹിസ്റ്ററിക്കൽ കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ മുമ്പത്തെ കോസ്റ്റ്, അതായത് പണ്ടത്തെ കോസ്റ്റ് നമ്മൾ നോക്കില്ല. ആ സമയത്ത് ഫ്യൂച്ചർ കോസ്റ്റ് അനുസരിച്ചിട്ടാണ് നമ്മൾ എടുക്കുള്ളൂ. ഓക്കെ, നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഇംപ്യൂട്ടഡ് കോസ്റ്റ് ആണ്. ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് നോക്കാം. നോഷണൽ കോസ്റ്റ് നോട്ട് ഇൻവോൾവിങ് ക്യാഷ് ഔട്ട്ലേ ആൻഡ് കമ്പ്യൂട്ടഡ് ഓൺലി ഫോർ ദ പർപ്പസ് ഓഫ് ഡിസിഷൻ മേക്കിംഗ്. അതായത് ശരിക്കും ഇങ്ങനെയുള്ളൊരു കോസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല, ഇങ്ങനത്തെ ഒരു കോസ്റ്റ് ഇല്ല. പക്ഷെ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിൽ ഇങ്ങനൊരു കോസ്റ്റ് ഉണ്ടെന്ന് നമ്മൾ കൺസിഡർ ചെയ്യാം. ഇതുപോലെ തന്നെ നമ്മളൊരു കോസ്റ്റ് പഠിച്ചോ നേരത്തെ? ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റുമായിട്ട് ഇംപ്യൂട്ടഡ് കോസ്റ്റിന് സിമിലാരിറ്റി ഉണ്ടെന്നാണ് പറയുന്നത്. അതായത് ഓപ്പർച്യൂണിറ്റി കോസ്റ്റിൽ നമ്മൾ എന്തിട്ടാണ് പറഞ്ഞത്? നമ്മൾ പറഞ്ഞു, അതായത് ഒരു ഡിസിഷൻ എടുത്തു, നമ്മൾക്ക് കിട്ടുന്ന പ്രൈസ്, അതായത് നമുക്ക് കിട്ടുന്ന പ്രൈസ് എന്ന് പറയുന്നത് മറ്റേതിനേക്കാളും കുറവാണ്. അപ്പോൾ നമ്മൾ ഫോഗോൺ ചെയ്തു. അപ്പോൾ ഇവിടെയും അതുപോലെ തന്നെയാണ്. ഇംപ്യൂട്ടഡ് കോസ്റ്റ് എന്ന് പറയുന്നത് സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ അവിടെ എന്താണ്? ശരിക്കും അങ്ങനെ ഒരു കോസ്റ്റ് ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉണ്ടോ? ഇല്ല. പക്ഷേ നമ്മൾ ഡിസിഷൻ മേക്കിങ്ങിൽ വരുമ്പോൾ അത് കൺസിഡർ ചെയ്യും. അതുപോലെ തന്നെയാണ് ഇംപ്യൂട്ടഡ് കോസ്റ്റ്.
അങ്ങനെ ഒരു കോസ്റ്റ് ഉണ്ടാവില്ല ആക്ച്വലി. ബട്ട് സ്റ്റിൽ നമ്മൾ ആ ഡിസിഷൻ മേക്കിങ്ങിലേക്ക് അത് കൺസിഡർ ചെയ്യും. ഓക്കെ, ഇതാണ് ഇംപ്യൂട്ടഡ് കോസ്റ്റ്. അടുത്തത് സങ് കോസ്റ്റ്. സങ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് വിച്ച് ആർ ഇൻകേർഡ് ഇൻ ദ പാസ്റ്റ് പ്രോജക്റ്റ്. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്താ നമുക്കറിയാം, മുമ്പേ ഉള്ള കോസ്റ്റ്, അതായത് അത് മേടിച്ച സമയത്ത് ഉണ്ടായിരുന്ന കോസ്റ്റ് അല്ലെങ്കിൽ അത് തുടങ്ങിയ സമയത്ത് ഉണ്ടായിരുന്ന കോസ്റ്റ്. വിച്ച് ആർ ഇൻകേർഡ് ഇൻ ദ പാസ്റ്റ് പ്രോജക്റ്റ് വിച്ച് കനോട്ട് ബി റിക്കവേർഡ് ഇഫ് ദ പ്രോജക്റ്റ് ഇസ് ടെർമിനേറ്റഡ് ആൻഡ് ആർ നോട്ട് റെലവൻറ്റ് ടു ദ ഡിസിഷൻ മേക്കിംഗ്. അതായത് ഇത് ഒരു ഡിസിഷൻ മേക്കിങ്ങിന് റെലവൻറ്റ് അല്ല ഈ കോസ്റ്റ്, സങ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അത് ഒരു പ്രോജക്റ്റ് തുടങ്ങിയ സമയത്ത് ഉണ്ടാകുന്ന ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ്. ആ കോസ്റ്റ് നമ്മൾ ആ പ്രോജക്റ്റ് ടെർമിനേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് ആ പ്രോജക്റ്റ് നിർത്തി കഴിഞ്ഞാൽ ആ കോസ്റ്റ് നമുക്ക് തിരിച്ച് കിട്ടില്ല, കനോട്ട് ബി റിക്കവേർഡ്. അങ്ങനെയുള്ള കോസ്റ്റുകളാണ് നമ്മൾ എന്തെന്ന് പറയാം? സങ് കോസ്റ്റ് എന്ന് പറയാം. സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് ആ കോസ്റ്റ് തിരിച്ച് കിട്ടില്ല, അത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആണ്, പക്ഷേ ആ കോസ്റ്റിന് പ്രത്യേകിച്ച് റിലവൻസ് ഒന്നുമില്ല. ഇങ്ങനെയുള്ള കോസ്റ്റുകളെയാണ് നമ്മൾ സങ് കോസ്റ്റ് എന്ന് പറയാം. ഓക്കെ, അടുത്തത് നമുക്ക് നോക്കാം നോർമൽ കോസ്റ്റ് ആൻഡ് അബ്നോർമൽ കോസ്റ്റ്. നോർമൽ കോസ്റ്റും abnormal കോസ്റ്റും. Normal cost is a cost that is normally incurred at a given level of output in the conditions in which that level of output is achieved. ഇപ്പോൾ ഒരു 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് 2 ലക്ഷം രൂപ ആവശ്യമുണ്ടെന്ന് നമുക്കറിയാം. അപ്പോൾ അത് നോർമലി ഒക്കെ അറിയുന്ന കോസ്റ്റ് തന്നെയാണ്. അപ്പോൾ നമുക്കറിയാം അതാണ് സാധാരണ വരുന്ന കോസ്റ്റ്, നോർമലി ഉണ്ടാകുന്ന കോസ്റ്റ് അതാണ്. അപ്പോൾ 1000 യൂണിറ്റ്സ് അച്ചീവ് ചെയ്യണമെങ്കിൽ നമ്മൾ 2 ലക്ഷം രൂപ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത് നോർമൽ കോസ്റ്റ് ആണ്. ഓക്കെ, അബ്നോർമൽ കോസ്റ്റ് ഇസ് ആൻ അൺയൂഷ്വൽ and typical cost whose occurrence is usually irregular and unexpected and due to some abnormal situation of the production. അതായത് 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് സാധാരണ രീതിയിൽ 2 ലക്ഷം രൂപ മതി. പക്ഷേ നമ്മുടെ പ്രൊഡക്ഷൻ്റെ സമയത്ത് ഒത്തിരി അൺഎക്സ്പെക്റ്റഡ് കാര്യങ്ങൾ വന്നു. ഇപ്പോൾ ഫ്ലഡ് വന്നു, അൺഎക്സ്പെക്റ്റഡ് ആണ്. അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മുടെ മെറ്റീരിയലിൻ്റെ പ്രൈസ് കൂടി, നമുക്ക് പ്രൊഡ്യൂസ് ചെയ്തിരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അത് ഇങ്ങനെ പല പല കാരണങ്ങളും ഉണ്ട്, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ട്. ഓക്കെ, അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ളതും ഇറഗുലർ ആയിട്ടുള്ള കാരണങ്ങൾ കൊണ്ടും എന്തുകൂടി? കോസ്റ്റ് കൂടി. 2 ലക്ഷം എന്നുള്ളത് 2,50,000 മാറി. അപ്പോൾ അതിനെ നമ്മൾ എന്തെന്ന് വിളിക്കും? അബ്നോർമൽ കോസ്റ്റ് എന്ന് വിളിക്കും. ഓക്കെ, ഇതാണ് നോർമൽ കോസ്റ്റും അബ്നോർമൽ കോസ്റ്റും. അടുത്തത് അവോയ്ഡബിൾ കോസ്റ്റ് ആൻഡ് അൺഅവോയ്ഡബിൾ കോസ്റ്റ്. അവോയ്ഡബിളും അൺഅവോയ്ഡബിളും എന്തായിരിക്കും മീനിങ്? നമുക്ക് നോക്കാം. അവോയ്ഡബിൾ കോസ്റ്റ്സ് ആർ ദോസ് വിച്ച് അണ്ടർ ഗിവൺ കണ്ടീഷൻസ് ഓഫ് പെർഫോമൻസ് എഫിഷ്യൻസി ഷുഡ് നോട്ട് ഹാവ് ബീൻ ഇൻകേർഡ്. അതായത് നമ്മളൊരു പ്രത്യേകമായ ലെവൽ ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തീരുമാനിക്കണം. ഓക്കെ, അപ്പോൾ അത് തീരുമാനിക്കുമ്പോൾ ചില കോസ്റ്റുകളുണ്ടാവും. അത് അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാം, വേണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യണ്ട, അങ്ങനെയുള്ളതായിരിക്കും. അതാണ് അവോയ്ഡബിൾ കോസ്റ്റ്. അപ്പോൾ ഒരു 1000 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ മൊത്തം വരുന്ന കോസ്റ്റ് എന്ന് പറയുന്നത്, മൊത്തം എക്സ്പെൻഡിച്ചർ വരുന്നത് 2 ലക്ഷമാണ്. അതിൽ 1 ലക്ഷം എന്ന് പറയുന്നത് എനിക്ക് വേണമെങ്കിൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അങ്ങനെ ഉള്ള കോസ്റ്റുകളാണ് നമുക്ക് അവോയ്ഡബിൾ കോസ്റ്റ് എന്ന് വിളിക്കുക. അപ്പോൾ അൺഅവോയ്ഡബിൾ എന്താണ്? അവോയ്ഡ് ചെയ്യാൻ പറ്റാത്തത്. അൺഅവോയ്ഡബിൾ കോസ്റ്റ്സ് വിച്ച് ആർ ഇന്നെസ്കേപ്പബിൾ കോസ്റ്റ്സ് വിച്ച് ആർ എസെൻഷ്യലി ടു ബി ഇൻകേർഡ് വിത്തിൻ ദ ലിമിറ്റ്സ് ആർ നോംസ് പ്രൊവൈഡഡ് ഫോർ. അതായത് ഇത് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, അതായത് എന്തായാലും ആ കോസ്റ്റ് ഇൻകർ ചെയ്യും. മറ്റേത് അവോയ്ഡബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ചെയ്യാൻ പറ്റുമായിരുന്നു. അൺഅവോയ്ഡബിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവോയ്ഡ് ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, ഇങ്ങനെയുള്ള കോസ്റ്റിനാണ് നമ്മൾ അവോയ്ഡബിൾ കോസ്റ്റ് ആൻഡ് അൺഅവോയ്ഡബിൾ കോസ്റ്റ് എന്ന് പറയാം. അടുത്തത് യൂണിഫോം കോസ്റ്റിംഗ്. യൂണിഫോം കോസ്റ്റിംഗിൽ എന്താ പറയുന്നത്? ദ ടേം അപ്ലൈസ് ടു ദ കോസ്റ്റിംഗ് പ്രിൻസിപ്പൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് വിച്ച് ആർ അഡോപ്റ്റഡ് ഇൻ കോമൺ ബൈ എ നമ്പർ ഓഫ് അണ്ടർടേക്കിങ്സ് വിച്ച് ഡിസയർ ടു ഹാവ് ദ ബെനിഫിറ്റ്സ് ഓഫ് എ യൂണിഫോം സിസ്റ്റം. അതായത് പല ഓർഗനൈസേഷൻസിലും പല കോസ്റ്റിംഗ് സിസ്റ്റംസ് ആയിരിക്കാം. ബട്ട് സ്റ്റിൽ ചില സിസ്റ്റംസൊക്കെ ചില ഓർഗനൈസേഷൻസിൽ സിമിലർ ആയിട്ടുള്ളതുണ്ടാവും, അതായത് സെയിം ആയിട്ടുള്ളതുണ്ടാവും. അങ്ങനെയുള്ള കോസ്റ്റിംഗ് സിസ്റ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുക? യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറയാം. ഇത് എന്തിന് യൂസ്ഫുൾ ആണ്? ഇറ്റ് വിൽ ബി യൂസ്ഫുൾ ഇൻ ഇൻറ്റർ ഫേം കമ്പാരിസൺ. അതായത് ഒരു ഫേമിൻ്റെ കോസ്റ്റിങ്ങിൻ്റെ രീതികളും അതുപോലെ അതിൻ്റെ കോസ്റ്റ് എനിക്കറിയുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ അതിൻ്റെ ഡീറ്റെയിൽസും ഇതൊക്കെ നമുക്ക് വേറൊരു ഫേമായിട്ട് കമ്പയർ ചെയ്യാനായിട്ട് പറ്റും ഇഫ് ഇറ്റ് ഈസ് മെയിൻറ്റെയിനിങ് യൂണിഫോം കോസ്റ്റിംഗ്. ഓക്കെ, ഇനി അടുത്ത എന്താണ്? എൻജിനീയർഡ് കോസ്റ്റ്. എൻജിനീയർഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? എൻജിനീയർഡ് കോസ്റ്റ് റിലേറ്റ്സ് ടു ആൻ ഐറ്റം വേർ ദ ഇൻപുട്ട് ഹാസ് ആൻ എക്സ്പ്ലിസിറ്റ് ഫിസിക്കൽ റിലേഷൻഷിപ്പ് വിത്ത് ദ ഔട്ട്പുട്ട്. അതായത് ഇൻപുട്ടിന് ഔട്ട്പുട്ടായിട്ട് ഡയറക്റ്റ് ഇമ്പാക്റ്റ് ഉണ്ട്, അല്ലെങ്കിൽ ഡയറക്റ്റ് റിലേഷൻഷിപ്പ് ഉണ്ട്. അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് നമുക്ക് എൻജിനീയർഡ് കോസ്റ്റ് എന്ന് വിളിക്കാം. ഓക്കെ, ഫോർ ഇൻസ്റ്റൻസ് ഇൻ ദ മാനുഫാക്ചർ ഓഫ് എ പ്രോഡക്റ്റ്. ഓക്കെ, ഒരു പ്രോഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് ദർ ഇസ് എ ഡെഫിനറ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ യൂണിറ്റ്സ് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് ലേബർ ടൈം കൺസ്യൂംഡ് ആൻഡ് എമൗണ്ട് ഓഫ് വേരിയബിൾ മാനുഫാക്ചറിംഗ് ഓവർ ഹെഡ് ഓൺ ദ വൺ ഹാൻഡ് ആൻഡ് യൂണിറ്റ്സ് ഓഫ് ദ പ്രോഡക്ട്സ് പ്രൊഡ്യൂസ്ഡ് ഓൺ ദ അതർ.
അതായത് നമ്മൾ എത്ര പ്രോഡക്റ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു അത് ഔട്ട്പുട്ടാണല്ലോ. അതിന് ഡയറക്റ്റായിട്ട് എന്തിനോട് ബന്ധമുണ്ട്? നമ്മുടെ ഡയറക്റ്റ് മെറ്റീരിയൽസ്, അതായത് എത്ര മെറ്റീരിയൽസ് വേണം എന്നുള്ളത് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ് ടു ദ നമ്പർ ഓഫ് യൂണിറ്റ്സ് പ്രൊഡ്യൂസ്ഡ്. അതുപോലെ തന്നെ ലേബർ കോസ്റ്റ് എന്നുള്ളതും ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്. അതുപോലെ തന്നെ വേരിയബിൾ ഓവർഹെഡ്സ് എന്ന് വെച്ചാൽ എന്താണ്? ഇൻഡയറക്റ്റ് മെറ്റീരിയൽ പ്ലസ് ഇൻഡയറക്റ്റ് ലേബർ പ്ലസ് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ്. അതിലെ വേരിയബിൾ കോസ്റ്റ്, ആ കോസ്റ്റും എന്തുമായിട്ട് ഡയറക്റ്റ്ലി ബന്ധമുള്ളതാണ്? നമ്മുടെ നമ്പർ ഓഫ് യൂണിറ്റ്സ് ഓഫ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ്ഡുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണ്. ഓക്കെ, അപ്പോൾ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ഡയറക്റ്റ്ലി ഒരു ബന്ധമുള്ള കോസ്റ്റാണോ? അതായത് ഇൻപുട്ട് കോസ്റ്റും നമ്മുടെ ഔട്ട്പുട്ട് ഔട്ട്പുട്ടുമായിട്ട് ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണോ? അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? എൻജിനീയർഡ് കോസ്റ്റ്. അടുത്ത് നോക്കാം, ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ്. ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? നമുക്ക് നോക്കാം. This is a portion of the cost associated with an activity that involves cash payment to the other parties. അതായത് ഇതൊരു പ്രത്യേകമായ കോസ്റ്റാണ്. ഒരു പ്രൊഡക്ഷൻ ആക്ടിവിറ്റി നടത്തുമ്പോൾ ചിലപ്പോൾ നമ്മൾ മറ്റുള്ള ആൾക്കാർക്ക് ക്യാഷ് പേയ്മെൻറ്റ് നടത്തേണ്ടി വരും. അപ്പോൾ ക്യാഷ് പേയ്മെൻറ്റ് നടത്തേണ്ടി വരുന്ന എല്ലാ കോസ്റ്റിനും നമ്മൾ എന്താ പറയുക? ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്നാണ് പറയാം. Relevant in the consideration of price fixation during trade recession or when a make or buy decision is to be made. അപ്പോൾ എന്തൊരു ഡിസിഷൻ എടുക്കുകയാണെങ്കിലും ഈ കോസ്റ്റ് റിലവൻ്റ് ആണ്. ഓക്കെ, ക്യാഷ് പേയ്മെൻറ്റ് ഇൻവോൾവ് ചെയ്യുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഔട്ട് ഓഫ് പോക്കറ്റ് കോസ്റ്റ് എന്ന് പറയുക. ഡിസിഷൻ മേക്കിങ്ങിനത് റിലവൻ്റ് ആണെന്നാണ് പറയുന്നത്. അടുത്തത് മാനേജ്ഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? മാനേജ്ഡ് കോസ്റ്റ്സ് ഓൾ അപ്പോസ്ഡ് ടു എൻജിനീയർഡ് കോസ്റ്റ്സ്. അതായത് എൻജിനീയർഡ് കോസ്റ്റിന് നേരെ ഓപ്പോസിറ്റ്. എൻജിനീയർഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ പറഞ്ഞ ഇൻപുട്ടും ഔട്ട്പുട്ടും തമ്മിൽ ബന്ധമുണ്ട്. ഇൻപുട്ട് കോസ്റ്റിന് ഔട്ട്പുട്ടായിട്ട് ഡയറക്റ്റ്ലി റിലേഷൻ ഉണ്ട്. അപ്പോൾ ഒപ്പോസിങ് എന്ന് പറഞ്ഞാൽ നേരെ ഓപ്പോസിറ്റ്. There is no accurate relationship between the amount spent on input and the output can be established, and sometimes it is difficult to measure the output. അതായത് ഇവിടെ യാതൊരു ബന്ധവുമില്ല. നമ്മുടെ ഇൻപുട്ട് കോസ്റ്റ് ആയിട്ട് നമ്മുടെ ഔട്ട്പുട്ടിന് യാതൊരു ബന്ധമില്ല എന്നാണ് പറയുന്നത്. എക്സാമ്പിൾസ് ആർ അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റ്, റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കോസ്റ്റ് എക്സെട്ര. നമ്മളിപ്പോൾ 1000 യൂണിറ്റ്സ് ആണ് പ്രൊഡ്യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. ആ സമയത്ത് 1500 യൂണിറ്റ്സ് ആക്കി. അതും നമ്മുടെ അഡ്വർടൈസ്മെൻറ്റ് കോസ്റ്റായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? മാനേജ്ഡ് കോസ്റ്റ് എന്ന് പറയാം. ഇനിയുണ്ട് കോമൺ കോസ്റ്റ്. ഇനി 2 കൂടി ഉള്ളൂ കേട്ടോ. കോമൺ കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ദീസ് ആർ കോസ്റ്റ്സ് വിച്ച് ആർ ഇൻകേർഡ് കളക്റ്റീവ്ലി ഫോർ എ നമ്പർ ഓഫ് കോസ്റ്റ് സെൻറ്റേഴ്സ് ആൻഡ് ആർ റിക്വയർഡ് ടു ബി സ്യൂട്ടബ്ലി അപ്പോർഷൻ ഫോർ ഡിറ്റർമിനിങ് ദ കോസ്റ്റ് ഓഫ് ഇൻഡിവിജ്വൽ കോസ്റ്റ് സെൻറ്റേഴ്സ്. അതായത് ഒരു ഓർഗനൈസേഷനിൽ കോമൺ ആയിട്ട് വരുന്ന എല്ലാ കോസ്റ്റിനെയും നമ്മൾ ഒരുമിച്ച് വിളിക്കുന്നതാണ് കോമൺ കോസ്റ്റ് എന്ന്. Examples are combined purchase cost of several materials in one consignment and overhead expenses incurred for the factory as a whole. അതായത് ഒരു ഓർഗനൈസേഷനിൽ പർച്ചേസസ്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സിലേക്കും ആവശ്യമായ പർച്ചേസസ് നമ്മൾ ഒരുമിച്ച് നടത്തി. അങ്ങനെ വരുന്ന ഒരുമിച്ച് വരുന്ന പർച്ചേസിന് നമുക്ക് എന്തെന്ന് പറയാം? കോമൺ കോസ്റ്റ് എന്ന് പറയാം. അതുപോലെ തന്നെ ഓവർഹെഡ് എക്സ്പെൻസസ് എന്ന് വെച്ചാൽ എന്താണെന്ന് നമുക്കറിയാം. അപ്പോൾ അതും കമ്പൈൻഡ് ആയിട്ട് വരാണെങ്കിൽ അതിനെ നമുക്ക് എന്തെന്ന് വിളിക്കാം? കോമൺ കോസ്റ്റ് എന്ന് വിളിക്കാം. അടുത്ത എന്താ പറയുന്നത്? കൺട്രോളബിൾ ആൻഡ് നോൺ കൺട്രോളബിൾ കോസ്റ്റ്. കൺട്രോളബിൾ പേര് കേട്ടാൽ എന്താ തോന്നുന്നത്? കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. നോൺ കൺട്രോളബിൾ എന്ന് വെച്ചാൽ എന്താ? കൺട്രോൾ ചെയ്യാൻ പറ്റാത്തത്. അത്ര തന്നെയുള്ളൂ കാര്യം. കൺട്രോളബിൾ കോസ്റ്റ് ഇസ് എ കോസ്റ്റ് വിച്ച് ഇസ് സബ്ജക്ട് ടു ഡയറക്റ്റ് കൺട്രോൾ അറ്റ് സം ലെവൽ ഓഫ് മാനേജറിയൽ സൂപ്പർവിഷൻ. അതായത് നമ്മളൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ കോസ്റ്റ് കൺട്രോൾ ചെയ്യാൻ പറ്റും. നോൺ കൺട്രോളബിൾ കോസ്റ്റ് ഇസ് എ കോസ്റ്റ് വിച്ച് ഇസ് നോട്ട് സബ്ജക്ട് ടു കൺട്രോൾ അറ്റ് എനി ലെവൽ ഓഫ് മാനേജറിയൽ സൂപ്പർവിഷൻ. അതായത് ഇത് നമുക്ക് ശ്രദ്ധിച്ചാലും കൺട്രോൾ ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് എന്തിൻ്റെ ബേസിസിൽ പഠിക്കാനുണ്ടായിരുന്നത്? ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ കോസ്റ്റ് ഫോർ മാനേജ്മെൻറ്റ് ഡിസിഷൻ മേക്കിംഗ്. ഓക്കെ, ഇനി നമ്മൾ അടുത്ത ടോപ്പിക് എന്താ പറയുന്നത്? ക്ലാസിഫിക്കേഷൻ ബൈ നേച്ചർ ഓഫ് പ്രൊഡക്ഷൻ ഓർ പ്രോസസ്സ്. അപ്പോൾ നമ്മൾ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ പ്രോസസ്സിൻ്റെ നേച്ചർ അനുസരിച്ച് എങ്ങനെയാണ് കോസ്റ്റിനെ ക്ലാസിഫൈ ചെയ്യാൻ നോക്കാം. 6 ആയിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. 6 ക്ലാസിഫിക്കേഷൻസ് ആണ് വരുന്നത് ഇതിനകത്ത്. ബാച്ച് കോസ്റ്റ്, പ്രോസസ് കോസ്റ്റ്, ഓപ്പറേഷൻ കോസ്റ്റ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, കോൺട്രാക്ട് കോസ്റ്റ് ആൻഡ് ജോയിൻറ്റ് കോസ്റ്റ്. ഓക്കെ, ഇങ്ങനെ 6 എണ്ണമായിട്ടാണ് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നത്. ബാച്ച് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? Batch cost is the aggregate cost related to a cost unit which consists of a group of similar articles which maintains its identity throughout one or more stages of production. ബാച്ച് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. ബാച്ച് എന്ന് വെച്ചാൽ എന്താ? ബാച്ച് എന്ന് പറയുമ്പോൾ സിമിലർ ഐഡൻറ്റിറ്റി ഉള്ള ഒരു ഗ്രൂപ്പ് ഓഫ് ഐറ്റംസിനെയാണ് നമ്മൾ ബാച്ച് എന്ന് വിളിക്കുക. ഓക്കെ, ബാച്ച് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു സിമിലർ നേച്ചർ ഓഫ് ഐഡൻറ്റിറ്റി ഉള്ള ഐറ്റംസ് ഒരുമിച്ച് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അങ്ങനെ ഉള്ള പ്രൊഡക്ഷനെയാണ് നമ്മൾ ബാച്ച് പ്രൊഡക്ഷൻ എന്ന് പറയുക. അപ്പോൾ ഇൻകർ ചെയ്യുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ബാച്ച് കോസ്റ്റ് എന്ന് വിളിക്കുക. ഓക്കെ,
ഇനി അടുത്തത് പ്രോസസ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻ ദ പ്രൊഡക്ഷൻ പ്രോസസ് ഇസ് സച്ച് ദാറ്റ് ഗുഡ്സ് ആർ പ്രൊഡ്യൂസ്ഡ് ഫ്രം എ സീക്വൻസ് ഓഫ് കണ്ടിന്യൂസ് ഓർ റിപ്പീറ്റീവ് ഓപ്പറേഷൻസ് ഓർ പ്രോസസ്സസ് ദ കോസ്റ്റ് ഇൻകർ ഡ്യൂറിങ് എ പീരിയഡ് ഇസ് കൺസിഡർഡ് ആസ് പ്രോസസ് കോസ്റ്റ്. അതായത് നമ്മുടെ പ്രൊഡക്ഷൻ നടക്കുന്നത് ഒരു പ്രോസസ്സ് വഴിയാണ്. അതായത് ഇപ്പോൾ പെട്രോളിയം അങ്ങനെയുള്ള ഐറ്റംസിൻ്റെ പ്രൊഡക്ഷൻ്റെ സമയത്ത് പല പല പ്രോസസ്സിന് ശേഷമാണ് നമുക്ക് ആ ഫൈനൽ പ്രോഡക്റ്റ് കിട്ടുന്നത്. ഒരു സീക്വൻസ് ഓഫ് പ്രോസസ്സസിന് ശേഷമാണ് നമുക്ക് ആ പ്രോഡക്റ്റ് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്ഷനെയാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഇൻകറിയുന്ന കോസ്റ്റിനെയാണ് നമ്മൾ പ്രോസസ് കോസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് ഓപ്പറേഷൻ കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഓപ്പറേഷൻ കോസ്റ്റ് ഇസ് ദ കോസ്റ്റ് ഓഫ് എ സ്പെസിഫിക് ഓപ്പറേഷൻ ഇൻവോൾവ്ഡ് ഇൻ എ പ്രൊഡക്ഷൻ പ്രോസസ് ഓർ ബിസിനസ് ആക്ടിവിറ്റി. അതായത് ഒരു പ്രത്യേകമായ ബിസിനസ് ആക്ടിവിറ്റിക്ക് വേണ്ടിയിട്ട് ചിലപ്പോൾ ഒരു സ്പെസിഫിക് ഓപ്പറേഷൻ വേണ്ടി വരും, ചില സ്പെസിഫിക് ഓപ്പറേഷൻസ് വേണ്ടി വരും. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ഓപ്പറേഷൻസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന കോസ്റ്റാണ്, സ്പെൻഡ് ചെയ്യുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഓപ്പറേഷൻ കോസ്റ്റ് എന്ന് പറയുന്നത്. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? ഇറ്റ് ഇസ് ദ കോസ്റ്റ് ഇൻകേർഡ് ഇൻ കണ്ടക്ടിങ് എ ബിസിനസ് ആക്ടിവിറ്റി. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് റെഫേഴ്സ് ടു ദ കോസ്റ്റ് ഓഫ് അണ്ടർടേക്കിങ്സ് വിച്ച് ഡു നോട്ട് മാനുഫാക്ചർ എനി പ്രോഡക്റ്റ് ബട്ട് വിച്ച് പ്രൊവൈഡ് സർവീസസ്. അതായത് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർവീസസ് പ്രൊവൈഡ് ചെയ്യുമ്പോൾ വരുന്ന എല്ലാ കോസ്റ്റിനെയും ചേർത്ത് പറയുന്നതാണ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഓപ്പറേഷൻ കോസ്റ്റും ഓപ്പറേറ്റിംഗ് കോസ്റ്റും തമ്മിലുള്ള ഡിഫറൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. ഓപ്പറേഷൻ കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെസിഫിക് ഓപ്പറേഷൻ ഉണ്ടാകുമ്പോൾ അതിന് വേണ്ടി ചിലവാക്കുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഓപ്പറേഷൻ കോസ്റ്റ് എന്ന് പറയുക. ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലോ, നമുക്ക് സർവീസസ് ആണ് റെൻഡർ ചെയ്യാനുള്ളതെങ്കിൽ ആ ടോട്ടൽ കോസ്റ്റിനെയാണ് നമ്മൾ എന്തെന്ന് പറയാം? ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയാം. ഓക്കെ, കോൺട്രാക്ട് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ്സ് ദ കോസ്റ്റ് ഓഫ് കോൺട്രാക്ട് വിത്ത് സം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ബിറ്റ്വീൻ കോൺട്രാക്ടി ആൻഡ് കോൺട്രാക്ടർ. അതായത് കോൺട്രാക്ടറും കോൺട്രാക്റ്റിയും തമ്മിൽ ഉള്ള ടേംസ് അനുസരിച്ച് കൊടുക്കാനുള്ള കോസ്റ്റ്. എക്സാമ്പിൾ, കോൺട്രാക്ട്സ് ലൈക്ക് കൺസ്ട്രക്ഷണൽ എഞ്ചിനീയറിംഗ് കൺസേൺസ്, സിവിൽ എഞ്ചിനീയറിംഗ് കോൺട്രാക്ടേഴ്സ് എക്സെട്ര. ഓക്കെ, അപ്പോൾ അതിന് ചിലവാകുന്ന കോസ്റ്റിനെയാണ് നമ്മൾ കോൺട്രാക്ട് കോസ്റ്റ് എന്ന് പറയുന്നത്. അടുത്തത് ജോയിൻറ്റ് കോസ്റ്റ്. വെൻ എ പ്രൊഡക്ഷൻ പ്രോസസ് ഇസ് സച്ച് ദാറ്റ് ഫ്രം എ സെറ്റ് ഓഫ് സെയിം ഇൻപുട്ട് 2 or more distinguishably different products are produced together, products of greater importance are termed as joint products and products of minor importance are termed as byproducts, and the costs incurred prior to the point of separation are called joint costs. അതായത് നമ്മളൊരു പ്രൊഡക്ഷൻ പ്രോസസ്സ് നടത്താണ്, ഒരു പ്രൊഡക്ഷൻ നടത്താണ്. ആ സമയത്ത് നമുക്ക് രണ്ടിൽ കൂടുതൽ സാധനങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതിൽ ഒരെണ്ണം ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ഉണ്ട്, ഒരെണ്ണത്തിന് കുറച്ച് ഇമ്പോർട്ടൻസേ ഉള്ളൂ. ഗ്രേറ്റർ ഇമ്പോർട്ടൻസ് ഉള്ള പ്രോഡക്റ്റിനെയാണ് നമ്മൾ ജോയിൻറ്റ് പ്രോഡക്റ്റ് എന്ന് വിളിക്കുക. മൈനർ ഇമ്പോർട്ടൻസ് ഉള്ള പ്രോഡക്റ്റിനെയാണ് നമ്മൾ ബൈ പ്രോഡക്റ്റ് എന്ന് വിളിക്കുക. ഈ പോയിന്റ് ഓഫ് സെപ്പറേഷൻ ഉണ്ടല്ലോ, ഒരു പ്രത്യേക പോയിന്റ് എത്തുമ്പോഴായിരിക്കും നമ്മളിത് സെപ്പറേറ്റ് ചെയ്യുന്നത്, അത് ജോയിൻറ്റ് പ്രോഡക്റ്റ് എന്നും അതുപോലെ തന്നെ ബൈ പ്രോഡക്റ്റ് എന്നും. ഓക്കെ, അപ്പോൾ ആ പോയിന്റിൻ്റെ ടൈമിൽ ഉണ്ടാകുന്ന കോസ്റ്റിനെയാണ് നമ്മൾ എന്ന് വിളിക്കുക? ജോയിൻറ്റ് കോസ്റ്റ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നേച്ചർ ഓഫ് പ്രൊഡക്ഷൻ ഓഫ് പ്രോസസ്സ് അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷനിൽ വരുന്നത്. അതായത് ബാച്ച് കോസ്റ്റ്, പ്രോസസ് കോസ്റ്റ്, ഓപ്പറേഷൻ കോസ്റ്റ്, ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, കോൺട്രാക്ട് കോസ്റ്റ് ആൻഡ് ജോയിൻറ്റ് കോസ്റ്റ്. അടുത്തത് ക്ലാസിഫിക്കേഷൻ ബൈ ടൈമാണ്. ടൈം അനുസരിച്ചിട്ട് ക്ലാസിഫൈ ചെയ്യുന്നു കോസ്റ്റിനെ. ഓക്കെ, നമുക്ക് നോക്കാം. ഫസ്റ്റത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് ആയിട്ട് തിരിക്കുന്നു, അതുപോലെ തന്നെ പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് ആയിട്ട് തിരിക്കുന്നു. കോസ്റ്റിനെ ഹിസ്റ്റോറിക്കലായിട്ടും പ്രീ ഡിറ്റർമിൻഡ് ആയിട്ടും തിരിക്കുന്നു. ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? കോസ്റ്റ് ഓൾറെഡി ഇൻകേർഡ്. ഇറ്റ് ഈസ് ദ ആക്ച്വൽ കോസ്റ്റ് ഓഫ് അക്വയറിംഗ് അസറ്റ്സ് ഓഫ് പ്രൊഡ്യൂസിങ് ഗുഡ്സ് ഓർ സർവീസ്. അതായത് നമ്മൾ ഈ സാധനം ഒക്കെ മേടിച്ചപ്പോൾ, ഫോർ എക്സാമ്പിൾ ഒരു അസറ്റ് മേടിച്ച സമയത്ത് അതിൻ്റെ വില 5 ലക്ഷമായിരുന്നു, ഇപ്പോൾ അതിൻ്റെ വില 6 ലക്ഷമാണ്. നമ്മൾ അങ്ങനത്തെ ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ ഇപ്പോൾ അതിൻ്റെ വില 6 ലക്ഷമാണ്. അപ്പോൾ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ് എന്ന് പറയുമ്പോൾ അത് അക്വയർ ചെയ്ത സമയത്തുള്ള കോസ്റ്റാണ്. 5 ലക്ഷമായിരിക്കും അതിൻ്റെ ഹിസ്റ്റോറിക്കൽ കോസ്റ്റ്. ഓക്കെ, പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? കോസ്റ്റ് ഓഫ് എ പ്രോഡക്റ്റ് ആർ കമ്പ്യൂട്ടഡ് ഇൻ അഡ്വാൻസ് ഓഫ് പ്രൊഡക്ഷൻ പ്രോസസ്സ്. പ്രൊഡക്ഷൻ പ്രോസസ്സിന് മുമ്പ് തന്നെ നമ്മൾ പ്രീ ഡിറ്റർമിൻ ചെയ്യുന്നു. അങ്ങനെയുള്ള കോസ്റ്റിനാണ് പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് എന്ന് പറയുക. പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റിനെ വീണ്ടും രണ്ടായിട്ട് തരംതിരിക്കുന്നുണ്ട്: സ്റ്റാൻഡേർഡ് കോസ്റ്റ്, അതുപോലെ തന്നെ എസ്റ്റിമേറ്റഡ് കോസ്റ്റ്. സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് വെച്ചാൽ എന്താണ്? പ്രീ ഡിറ്റർമിൻഡ് കോസ്റ്റ് കാൽക്കുലേറ്റഡ് ഫ്രം ദ മാനേജ്മെൻറ്റ്സ് സ്റ്റാൻഡേർഡ്സ് ഓഫ് എഫിഷ്യൻറ്റ് ഓപ്പറേഷൻ. അതായത് മാനേജ്മെൻറ്റ്സ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യും. അങ്ങനെ സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്ത് വെച്ചേക്കുന്ന കോസ്റ്റിനെയാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയാം. എസ്റ്റിമേറ്റഡ് കോസ്റ്റോ, ദീസ് കോസ്റ്റ്സ് ഓഫ് എ പ്രോഡക്റ്റ് ആർ പ്രിപ്പയർഡ് ഇൻ അഡ്വാൻസ് പ്രയർ ടു ദ പെർഫോമൻസ് ഓഫ് ഓപ്പറേഷൻസ് ഓർ ഈവൻ ബിഫോർ ദ അക്സെപ്റ്റൻസ് ഓഫ് സെയിൽസ് ഓർഡർ. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് പറയുന്നത് മാനേജ്മെൻറ്റ് അവരുടെ എഫിഷ്യൻറ്റ് ഓപ്പറേഷൻ്റെ ബേസിസിൽ ആണ് എന്തിടുന്നത്? ആ സ്റ്റാൻഡേർഡ്സ് ഇടുന്നത്. പക്ഷേ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് പറയുന്നത് അവരുടെ ആ ഓപ്പറേഷൻസ് സംഭവിക്കുന്നതിന് മുൻപ് തന്നെ,
അപ്പോൾ അതുപോലെ തന്നെ സെയിൽ ഓർഡേഴ്സ് കിട്ടുന്നതിന് മുൻപ് തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് തീരുമാനിച്ച് വയ്ക്കുന്നു. അത് ജസ്റ്റ് എസ്റ്റിമേറ്റ് ചെയ്യുന്നു. നമ്മളിപ്പോൾ ഇവിടെ നിന്നിട്ട് നമ്മൾ പറയണം അടുത്ത വർഷത്തെ ആ പ്രോഡക്റ്റിൻ്റെ കോസ്റ്റ് 20 രൂപയായിരിക്കും, ഇപ്പോൾ 15 രൂപയുള്ളൂ അതിന്, അപ്പോൾ അതിന് 20 രൂപയായിരിക്കും. ശരിക്കും നമുക്ക് അതിനെപ്പറ്റി പ്രത്യേകിച്ച് സെയിൽ ഓർഡേഴ്സ് ഒന്നും കിട്ടിയിട്ടില്ല, നമുക്ക് പ്രത്യേകിച്ച് അതിനെപ്പറ്റി വിവരങ്ങളൊന്നും ഇല്ല. ബട്ട് സ്റ്റിൽ നമ്മൾ എസ്റ്റിമേറ്റ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് എന്ന് വിളിക്കുക. മാനേജ്മെൻറ്റ് അവരുടെ എഫിഷ്യൻ്റ് ഓപ്പറേഷൻ അനുസരിച്ച് സെറ്റ് ചെയ്യുന്ന സ്റ്റാൻഡേർഡിനെയാണ് നമ്മൾ സ്റ്റാൻഡേർഡ് കോസ്റ്റ് എന്ന് വിളിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയും ക്ലാസിഫിക്കേഷൻസ് ആണ് നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത്. അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് ആണ്. അപ്പോൾ ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് 4 ടൈപ്പാണുള്ളത്. 4 ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് ആണുള്ളത്. ഒന്നാമത്തെ മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ ആൻഡ് യൂണിഫോം കോസ്റ്റിംഗ്. ഇത്തരത്തിൽ 4 ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ് ആണുള്ളത്. ഇത് ഓരോന്നും നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മുടെ വരുന്ന ചാപ്റ്റേഴ്സിൽ നമ്മൾ പഠിക്കും. പക്ഷേ ഇവിടെ നമ്മളത് എന്താണെന്ന് മാത്രമാണ് നോക്കുന്നുള്ളൂ. മാർജിനൽ കോസ്റ്റിംഗ് എന്താണെന്ന് നമ്മൾ കുറച്ച് നേരത്തെ പഠിച്ചു, ഒരു ക്ലാസിഫിക്കേഷനിൽ നമ്മളത് പഠിച്ചായിരുന്നു. ഓക്കെ, അത് തന്നെയാണ് ഇവിടെയും നമുക്ക് പറയാനുള്ളൂ. അസർടൈൻമെൻറ്റ് ഓഫ് മാർജിനൽ കോസ്റ്റ്സ് ആൻഡ് ഓഫ് ദ എഫക്റ്റ് ഓൺ പ്രോഫിറ്റ് ഓഫ് ചേഞ്ചസ് ഇൻ വോളിയം ഓർ ടൈപ്പ് ഓഫ് ഔട്ട്പുട്ട് ബൈ ഡിഫറൻഷിയേറ്റിംഗ് ബിറ്റ്വീൻ ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. അതായത് അവിടെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ വോളിയം ഓഫ് ഔട്ട്പുട്ട് മാറാണെങ്കിൽ നമ്മുടെ ആ ചേഞ്ച് ഓഫ് കോസ്റ്റ് ഉണ്ടാവുമല്ലോ, ആ ചേഞ്ച് ഓഫ് കോസ്റ്റിൽ നമ്മൾ ഫിക്സഡ് എന്നും വേരിയബിൾ എന്നും അതിനെ തിരിക്കാൻ പറ്റും. അതിൽ വേരിയബിളിൻ്റെ ചേഞ്ചസ് ആണ് നമ്മൾ മാർജിനൽ കോസ്റ്റിൽ റിഫ്ലക്റ്റ് ചെയ്യുക. അതുവഴി എത്ര പ്രോഫിറ്റ് കൂടുതലുണ്ടാകും എന്നൊക്കെ നമുക്ക് അസർട്ടൈൻ ചെയ്യാനായിട്ട് മാർജിനൽ കോസ്റ്റ് വഴി പറ്റും. ഓക്കെ, അടുത്തതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്. സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ് ഇസ് ഡിഫൈൻഡ് ആസ് ദ പ്രിപ്പറേഷൻ ആൻഡ് യൂസ് ഓഫ് സ്റ്റാൻഡേർഡ് കോസ്റ്റ്, ദെയർ കമ്പാരിസൺ വിത്ത് ആക്ച്വൽ കോസ്റ്റ്സ് ആൻഡ് ദ മെഷർമെൻറ്റ് ആൻഡ് അനാലിസിസ് ഓഫ് വേരിയൻസസ് ടു ദെയർ കോസസ് ആൻഡ് പോയിന്റ്സ് ഓഫ് ഇൻസിഡൻസ്. അതായത് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ നമ്മളൊരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെക്കും. കോസ്റ്റിന് ഒരു സ്റ്റാൻഡേർഡ് സെറ്റ് ചെയ്ത് വെക്കും. ഇന്ന രീതിയിലാണ് കോസ്റ്റ് വരാമെന്നുള്ള രീതിയിൽ സ്റ്റാൻഡേർഡ്സ് പ്രീ ഡിറ്റർമിൻ ആയിട്ട് സെറ്റ് ചെയ്ത് വെക്കും. ഓക്കെ, എന്നിട്ട് അത് ആക്ച്വൽ കോസ്റ്റ് വരുമ്പോൾ ആക്ച്വൽ കോസ്റ്റായിട്ട് കമ്പയർ ചെയ്തിട്ട് അതിൻ്റെ വേരിയൻസസ് ഒക്കെ അനലൈസ് ചെയ്യും. ഇതാണ് സ്റ്റാൻഡേർഡ് കോസ്റ്റിങ്ങിൽ സംഭവിക്കുന്നത്. അടുത്തത് ബഡ്ജറ്ററി കൺട്രോൾ. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുറേ എസ്റ്റിമേറ്റ്സ് ഒക്കെ ഇങ്ങനെ പ്രീ പ്ലാൻ ചെയ്ത് വെക്കും. അതാണ് ബഡ്ജറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ, അപ്പോൾ ബഡ്ജറ്ററി കൺട്രോൾ മേ ബി ഡിഫൈൻഡ് ആസ് ദ പ്രോസസ് ഓഫ് കണ്ടിന്യൂസ് കമ്പാരിസൺ ഓഫ് ആക്ച്വൽ കോസ്റ്റ്സ് ആൻഡ് പെർഫോമൻസ് വിത്ത് ദ പ്രീ എസ്റ്റാബ്ലിഷ്ഡ് ബഡ്ജറ്റ്സ് ഇൻ റിലേഷൻ ടു ദ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ദ എക്സിക്യൂട്ടീവ്സ് ടു ദ സ്പെസിഫിക് ബഡ്ജറ്റ്സ് ഫോർ ദ അച്ചീവ്മെൻറ്റ് ഓഫ് എ ടാർഗറ്റ് ഇൻ അക്കോർഡൻസ് വിത്ത് ദ പോളിസി ഓഫ് ദ ഓർഗനൈസേഷൻ. അതായത് ഓരോ കാര്യത്തിനും ഡിഫറെൻറ്റ് ബഡ്ജറ്റ്സ് ഉണ്ടാവും. നമ്മൾ തുടർന്നുള്ള ചാപ്റ്ററിൽ വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. പലതരം ബഡ്ജറ്റ്സ് ഉണ്ട്. സെയിൽസ് ബഡ്ജറ്റ് ഉണ്ട്, പ്രൊഡക്ഷൻ ബഡ്ജറ്റ് ഉണ്ട്, മെറ്റീരിയൽ റിക്വയർമെൻറ്റ് ബഡ്ജറ്റ് ഉണ്ട്. അങ്ങനെ ഓരോരോ കാര്യങ്ങൾക്കും ഡിഫറെൻറ്റ് ബഡ്ജറ്റ്സ് ഉണ്ട്, ക്യാഷ് ബഡ്ജറ്റ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ടാർഗറ്റ് സെറ്റ് ചെയ്ത് വെക്കും ബഡ്ജറ്റിനുള്ള. നമ്മുടെ ഫിനാൻസ് മിനിസ്റ്റർ എല്ലാ ഫെബ്രുവരിയിലും എന്ത് ചെയ്യാറുണ്ട്? ബഡ്ജറ്റ് തയ്യാറാക്കി അത് നമ്മുടെ നിയമസഭയിൽ, നമ്മുടെ പാർലമെൻറ്റിൽ അത് പ്രസൻറ്റ് ചെയ്യാറുണ്ടല്ലേ. അപ്പോൾ അതെന്തിനാണ്? അതൊരു വർഷത്തെ മൊത്തം പ്ലാനാണ്. അപ്പോൾ അതുപോലെ തന്നെയാണ് ബിസിനസ്സിൻ്റെ കേസിൽ പറഞ്ഞാലും ബഡ്ജറ്റ്. ഓക്കെ, അപ്പോൾ അത് വെച്ച് നമ്മൾ കമ്പയർ ചെയ്യും ആക്ച്വൽ പെർഫോമൻസ്. അതാണ് ബഡ്ജറ്റിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ യൂണിഫോം കോസ്റ്റിങ്ങും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. അത് തന്നെയാണ് ഇവിടെയും പറയാനുള്ളൂ. ഇറ്റ് മേ ബി ഡിഫൈൻഡ് ആസ് ആപ്ലിക്കേഷൻ ആൻഡ് യൂസ് ഓഫ് ദ സെയിം കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ബൈ ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസ് അണ്ടർ ദ സെയിം മാനേജ്മെൻറ്റ് ഓർ ഓൺ എ കോമൺ അണ്ടർസ്റ്റാൻഡിംഗ് ബിറ്റ്വീൻ മെമ്പേഴ്സ് ഓഫ് എൻ അസോസിയേഷൻ. ഓക്കെ, അതായത് പല കോസ്റ്റിംഗ് പ്രിൻസിപ്പിൾസ് ഉണ്ട് നമുക്ക്. പക്ഷേ യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ചില കമ്പനീസിൽ സിമിലർ ആയിട്ടുള്ള കോസ്റ്റിംഗ് സിസ്റ്റംസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ സിമിലർ ആയിട്ടുള്ള കോസ്റ്റിംഗ് സിസ്റ്റംസിനെയാണ് നമ്മൾ യൂണിഫോം കോസ്റ്റിംഗ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ അത് തമ്മിൽ നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ടെക്നിക്സ് ഓഫ് കോസ്റ്റിംഗ്. നമ്മൾ 4 പറഞ്ഞു: മാർജിനൽ കോസ്റ്റിംഗ്, സ്റ്റാൻഡേർഡ് കോസ്റ്റിംഗ്, ബഡ്ജറ്ററി കൺട്രോൾ, അതുപോലെ തന്നെ യൂണിഫോം കോസ്റ്റിംഗ്. അടുത്തത് നമ്മൾ പഠിക്കുന്നത് ലാസ്റ്റ് ടോപ്പിക്കാണ്, റോൾ ഓഫ് കോസ്റ്റ് അക്കൗണ്ടൻസ് ഇൻ ഓർഗനൈസേഷൻസ്. നമ്മുടെ ഓർഗനൈസേഷൻസിൽ കോസ്റ്റ് അക്കൗണ്ടൻസിൻ്റെ റോൾ എന്താണ്? ഓക്കെ, താഴെ പറയുന്നതാണ് റോൾ ഓഫ് ദ കോസ്റ്റ് അക്കൗണ്ടൻസ്. ടു അനലൈസ് വേരിയസ് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓർ സർവീസസ് സച്ച് ആസ് മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് എക്സ്പെൻസസ് എക്സെട്ര. അതായത് എലമെൻറ്റ്സ് ഓഫ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ഓർ സർവീസസ്, മെറ്റീരിയൽ, ലേബർ, ഓവർഹെഡ് എക്സ്പെൻസസ് എന്ന് പറയുന്നതിൻ്റെയൊക്കെ കോസ്റ്റ് കണ്ടുപിടിക്കുക, അനലൈസ് ചെയ്യുക എന്നുള്ളതാണ് ഫസ്റ്റത്തെ പോയിന്റ്. സെക്കൻഡ് പോയിന്റ് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ടു ഇൻട്രൊഡ്യൂസ് അപ്രോപ്രിയേറ്റ് കോസ്റ്റിംഗ് മെത്തേഡ്സ് ഇൻ ദ ഓർഗനൈസേഷൻ. പല കോസ്റ്റിംഗ് മെത്തേഡ്സ് ഉണ്ട്. ആ ഓർഗനൈസേഷന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒന്ന് കണ്ടുപിടിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാന്നുള്ളതാണ് അടുത്ത പോയിന്റ്. ടു ഡിറ്റർമിൻ ദ കോസ്റ്റ് ഓഫ് ദ ന്യൂ പ്രോഡക്റ്റ് ഓർ സർവീസ് ഇൻ ഓർഡർ ടു അറൈവ് അറ്റ് ദ കറക്റ്റ് പ്രൈസിംഗ് ഡിസിഷൻസ്. അതായത് പുതിയ ഒരു പ്രോഡക്റ്റിൻ്റെയോ സർവീസിൻ്റെയോ കോസ്റ്റ് കണ്ടുപിടിക്കുക, അത് പ്രൈസിങ് ഡിസിഷൻസ് ഒക്കെ കറക്റ്റീവായിട്ട് എടുത്തിട്ട് കറക്റ്റായിട്ട് നോക്കിയിട്ട് അങ്ങനെ ഒരു കോസ്റ്റ് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളതും അവരുടെ തന്നെ
ഒരു റെസ്പോൺസിബിലിറ്റിയാണ് ടു ഡിറ്റർമിൻ ദ ഫീസിബിലിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി ഓഫ് ദ വേരിയസ് പ്രോജക്റ്റ് പ്രപ്പോസൽസ് കൺസിഡർഡ് ബൈ ദ മാനേജ്മെൻറ്റ്. ഫീസിബിലിറ്റി ആൻഡ് പ്രോഫിറ്റബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു പ്രോജക്റ്റ് മാനേജ്മെൻറ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുമ്പോൾ അതിൽ നിന്ന് നമുക്ക് കിട്ടാവുന്ന പ്രോഫിറ്റ് എത്രയാണ്, അത് നിലനിൽക്കുമോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ കോസ്റ്റ് അക്കൗണ്ടൻസ് പറയേണ്ടതാണ്. ഓക്കെ, അതുപോലെ തന്നെ ടു അനലൈസ് വേരിയൻസസ് അഗേൻസ്റ്റ് സ്റ്റാൻഡേർഡ് ബൈ റീസൺ ടു എനേബിൾ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റ് ടു ഇനീഷ്യേറ്റ് കറക്റ്റീവ് ആക്ഷൻ. ഓക്കെ, സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്തിട്ട് നമ്മൾ ആക്ച്വൽ പെർഫോമൻസ് പല പല സ്ഥലങ്ങളിൽ നമ്മൾ നോക്കുന്നുണ്ട്. അപ്പോൾ വേരിയൻസസ് അനലൈസ് ചെയ്ത് അതിൽ കറക്റ്റ് ഡിസിഷൻസ് എടുക്കാനായിട്ട് നമ്മൾ ആരെ ഹെൽപ്പ് ചെയ്യണം, ആ കൺസേൺ ഡിപ്പാർട്ട്മെൻറ്റിനെ ഹെൽപ്പ് ചെയ്യണം എന്നാണ് പറയുന്നത്. പിന്നെ എന്താണ് പറയുന്നത്, കളക്ഷൻ കൊളേഷൻ ഓഫ് എക്സ്ട്രേനിയസ് ഇൻഫർമേഷൻ ഫോർ മാനേജ്മെൻറ്റ് ടു കമ്പയർ ദ കമ്പനീസ് പെർഫോമൻസ് വിത്ത് ദാറ്റ് ഓഫ് പിയേഴ്സ് ആൻഡ് ദ ഇൻഡസ്ട്രി ഫോർ ബെറ്റർ അപ്രീസിയേഷൻ ആൻഡ് ഡിസിഷൻ മേക്കിംഗ്. അതായത് മറ്റ് ഇൻഫർമേഷൻസും കളക്ട് ചെയ്ത് മാനേജ്മെൻറ്റിന് കൊടുക്കണം. എന്തിന്? നമ്മുടെ കമ്പനിയുടെ വെൽബീയിങ്ങിന് വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പഠിച്ചത്. സോ നിങ്ങൾക്ക് എല്ലാവർക്കും സ്റ്റഡി നോട്ട് നമ്പർ 1 ഇൻട്രൊഡക്ഷൻ ടു കോസ്റ്റ് അക്കൗണ്ടിങ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. I'll reply as soon as possible. Let's meet in the next video. Till then, take care. Bye. Thank you.